നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഹൈപ്പ് ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും കയറിപ്പോളൂ. കാരണം ഹൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോസിന് പോയിന്റും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ മീനാക്ഷി സുകന്യയെക്കുറിച്ചും അനുശ്രീയെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ട് മുറ്റത്ത് ഇങ്ങനെ മാറി വന്ന് നിൽക്കുകയാണ്. കാരണം എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. സുകന്യേച്ചി തന്നിൽ നിന്ന് എന്തോ മറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. താൻ കണ്ടത് അനുശ്രീയെ തന്നെയാണ്, അത് ഉറപ്പാ. പക്ഷേങ്കിൽ എന്താണ് സംഭവിച്ചത്? തന്നെ അവിടുന്ന് എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടാനായിട്ട് സുകന്യേച്ചിക്ക് ധൃതി ഉണ്ടായിരുന്നു. ഒരുപക്ഷെ പാമ്പെന്നൊക്കെ പറഞ്ഞ് കള്ളത്തരമായിരുന്നോ സത്യമാണോ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കാണ് ശ്രീദേവി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നേ. ശ്രീദേവി എന്നിട്ട് ചോ, ആഹാ ഇതെന്താ ഇവിടെ വന്ന് മാറി നിൽക്കുന്നേ, വന്നിട്ട് വേഷം പോലും മാറിയിട്ടില്ലോ എന്ന് പറഞ്ഞു. അത് പിന്നെ ഞാനിങ്ങനെ വെറുതെ ഒന്നും അല്ല മീനു. എന്താ ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ചോദിച്ചു. ഓഫീസിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്ത് പറ്റി? ഇനിയിപ്പോ വീട്ടുകാരെ കുറിച്ച് ആലോചിച്ചിട്ടാണോ അച്ഛനും അമ്മയെ കുറിച്ച് ആലോചിച്ചോന്ന് ചോദിച്ചു. ശ്രീദേവി ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോ മീനാക്ഷി പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. അവരെ കുറിച്ച് എന്തേലും മനസ്സിലുണ്ടെങ്കിൽ ഞാൻ അപ്പൊ തന്നെ അങ്ങോട്ടേക്ക് പോകത്തില്ലേ, അവരെ കാണാൻ പോകത്തില്ലേ എന്ന് ചോദിച്ചു. പിന്നെ എന്തിനാ ഇവിടെ ഒന്ന് മാറി വന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണെങ്കിലും എന്നോട് പറഞ്ഞു, പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ മീനാക്ഷി പറഞ്ഞു, അതെ ഒരു പ്രശ്നമുണ്ട് ശ്രീദേവിച്ചി എന്ന് പറഞ്ഞു. പ്രശ്നോ? അതെന്താ? അത് പിന്നെ ദേവി ചേച്ചി, ഇന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അനുസരയെ പോലെ പെൺകുട്ടിയെ കണ്ടെന്ന് പറഞ്ഞു. അനുസരയെ പോലെ? അതേന്നേ, ഓടുന്ന കണ്ടു. അപ്പൊ ഞാൻ പിന്നാലെ ചെന്നു. അപ്പോഴേക്ക് സുകന്യേച്ചി അങ്ങോട്ടേക്ക് വന്നു. സുകന്യേച്ചോ? അതെ, അവിടേക്ക് വന്നു കഴിഞ്ഞ് പറഞ്ഞു, അനുസരയെ ഞാൻ കണ്ടെന്ന് പറഞ്ഞപ്പോ എന്നോട് വട്ടം നിന്ന് തർക്കിച്ചു. അവളൊരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് പോയേക്കുവാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അല്ല, സുകന്യേച്ചും അനുസരയും കൂടെ ഒരുമിച്ചാണല്ലോ ഇവിടുന്ന് പോയെന്ന് പറഞ്ഞു. അതേന്നേ, അങ്ങനെ എന്നോട് മിത്രയും പറഞ്ഞത്. പക്ഷേങ്കില് സുകന്യേച്ചി എന്നോട് കള്ളത്തരം പറഞ്ഞു. അത് എന്തിനാന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ടോ നീ അവിടെ പോയി നോക്കിയില്ല? അവൾ ഓടിയെടുത്ത്. ഞാൻ അവിടെയൊക്കെ പോയി നോക്കി, പക്ഷെ അവളെ കണ്ടില്ല എന്ന് പറയണ. അത് കേട്ടുകഴിഞ്ഞപ്പം ശ്രീദേവി പറഞ്ഞു, ഇതിനകത്ത് എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. അതെ, അതാ എനിക്ക് മനസ്സിലാകത്തെ. പേടിക്കേണ്ട മീനു. പിന്നീട് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. പിന്നീട് ഞാൻ കുറച്ച് സമയം കൂടെ അവിടെ നിന്നു. ആ സമയത്ത് സുകന്യേച്ചി എന്നോട് പറഞ്ഞു, ഇതേ പാമ്പെന്നൊക്കെ പറഞ്ഞു. പാമ്പെന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു. പെട്ടെന്ന് എന്നെ പിന്നെ അവിടുന്ന് പോന്നെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിന് എന്തോ വല്ല ഉടായ്പുണ്ട്. കാരണം ശ്രീദേവിക്ക് ഉടായ്പൊക്കെ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. മീനാക്ഷിനെ അവിടുന്ന് പറഞ്ഞു വിടാൻ ശ്രമിച്ചേ. കണ്ടത് അനുസരയെ തന്നെയാന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷേ എങ്കിൽ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണല്ലോ ഇവിടുന്ന് പോയത്. മീനാക്ഷിനെ കാണുമ്പോൾ അനുസരയ്ക്ക് ഓടി ഒളിക്കേണ്ട കാര്യം എന്താ? എന്തേലും കള്ളത്തരം കാണിച്ചിട്ടാണോ നിൽക്കുന്നത്? ഇനിയിപ്പോൾ അനുസരയോടൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴേക്കും മീനാക്ഷി ചോദിച്ചു, മറ്റാരെങ്കിലും എന്ന് പറഞ്ഞാൽ? അല്ലെങ്കിൽ അല്ല, ഇനി വല്ല ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നോന്ന്. അങ്ങനെ ആരും ഞാൻ കണ്ടില്ല. അനുസരിച്ച് ഓടുന്ന മാത്രമേ കണ്ടുള്ളൂ. അത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്തോ ഒരു വലിയ കള്ളത്തരമുണ്ട്. നമ്മൾ അറിയാൻ പാടില്ലാത്ത എന്തോ രഹസ്യം അനുസരിക്കും സുകന്യേച്ചിക്കും ഇടയിലുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാം, പൊളിച്ചടുക്കാന്നേ സുകന്യേച്ചിയെ. കള്ളത്തരം പറഞ്ഞാണെങ്കിൽ നമ്മളത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യൂന്ന് പറഞ്ഞു. അങ്ങനെ കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സുകന്യയും അനുസരിയും കൂടെ വീട്ടിലേക്ക് വരുവാണ്. മീനാക്ഷിയും ഇത്രയും ഗോമതിയൊക്കെ ഉണ്ടായിരുന്നു. ഗോമതി ചോദിച്ചു, അല്ല അനുസരി നീ ഇതെവിടെ പോയതായിരുന്നു ചോദിച്ചു. അമ്മ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. അപ്പൊ സുകന്യേച്ചി പോയപ്പോൾ ആ കൂടെ ഞാൻ പോയെന്ന് പറഞ്ഞു. അപ്പോഴിങ്ങനെ മീനാക്ഷി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും അനുസരിച്ച് പറഞ്ഞു, പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു പോയമ്മേ. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അവളുടെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല. വഴിക്ക് വെച്ച് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തെ. പിന്നെ അവൾ എന്നെയും കൊണ്ട് പോയി കേക്ക് കട്ട് ചെയ്യാനായിട്ട് എന്നൊക്കെ പറയണം. ആ സമയത്ത് മിത്ര ചോദിച്ചു, അല്ല ഈ കാര്യങ്ങളൊന്നും ഇവൾ പോയപ്പോൾ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അത് പിന്നെ വഴിക്ക് വെച്ച് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തെ. പിന്നെ അവളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പോവാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സുകന്യേച്ചനെ എന്നെ അവിടെ നിർത്തിയിട്ട് പോയെന്ന് പറഞ്ഞു. മീനാക്ഷി ഇങ്ങനെ സംശയത്തോടുകൂടി നോക്കുകയാണ്. അനുസരയുടെ മുഖത്തെ പതർച്ചയും കാര്യങ്ങളൊക്കെ മീനാക്ഷി ശ്രദ്ധിക്കുകയും ചെയ്തു. അപ്പോഴേക്ക് ശ്രീദേവി ചോദിച്ചു, അല്ല ഏത് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആന്ന് ചോദിച്ചു. അല്ല നീന എന്ന് പറയുന്നത്. അല്ല നീന എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിനെ കുറിച്ച് നീ ഇതുവരായിട്ടും പറഞ്ഞിട്ടില്ലോ എന്ന് ഗോമതി ചോദിച്ചു. അത് പിന്നെ അമ്മയോട് ഞാൻ പറയാൻ മറന്നുപോയതാ. അമ്മയ്ക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെ അറിയാവോ? ഇല്ലല്ലോ. പിന്നെ അമ്മയുടെ പറച്ചിൽ കേട്ടാ തോന്നും എല്ലാ ഫ്രണ്ട്സിനെ അറിയാന്ന്. ചുമ്മാ ഇങ്ങനെ സംശയത്തോടു കൂടി എന്നോട് ഒന്നും ചോദിക്കരുത് കേട്ടോ എന്നും പറഞ്ഞ് ദേഷ്യം അഭിനയിച്ച് അനുസരാകത്തേക്ക് കയറിപ്പോയി. അപ്പോഴേക്ക് സുകന്യ പറഞ്ഞു, അവൾക്ക് സങ്കടമായെന്ന് തോന്നേ. ഞാനില്ലായിരുന്നോ ഗോമതി ചേച്ചി അവളോടൊപ്പം? പിന്നെ ഗോമതി ചേച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കണമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു, സുകന്യെ പ്രായപൂർത്തിയായ പെൺകുട്ടി അവളെ എങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യുന്നൊക്കെ എനിക്കറിയണ്ടേ. ഞാൻ അവളുടെ അമ്മയല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു, അത് കറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഈ വീട്ടിലുള്ളവർ അറിയണ്ടേ എവിടെ പോയി എന്ത് ചെയ്യുന്നൊക്കെ. ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു പോയത് എങ്ങോട്ടാന്ന് അറിയത്തില്ലോ.
അത് കേട്ടപ്പോൾ സുകന്യ പറഞ്ഞു, ഞാനുണ്ടായിരുന്നല്ലോ, അതിന് സുകന്യേച്ചിയോട് പറഞ്ഞിട്ട് പോയതല്ലേ ഉള്ളൂ, സുകന്യേച്ചി കൂടെ പോയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണ്. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അല്ല ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് അവൾ പോയെങ്കിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കാണല്ലോ, ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞു. ശ്രീദേവി പറഞ്ഞു, അത് ശരിയാന്ന് പറഞ്ഞു. പിന്നീട് രണ്ടുപേരും കൂടെ നേരെ അനുശ്രീയുടെ മുറിയിലേക്ക് പോവാ. സുകന്യ ഓർത്ത് പെട്ടു, ഇനി അവൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അങ്ങനെ എന്നിട്ട് അനുശ്രീ ചോദിച്ചു, അല്ല ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണെങ്കിൽ കേക്ക് കട്ട് ചെയ്യുന്ന ഫോട്ടോസൊക്കെ എടുത്ത് കാണല്ലോ, ഒന്ന് കാണിച്ചേ, ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അനുസരിക്ക് വല്ലാത്തൊരു അന്താളിപ്പോയി. പിന്നീട് അനുസരിച്ച് പറഞ്ഞു, അത് പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഫോട്ടോസ് ഒന്നും എടുത്തില്ല എന്ന് പറഞ്ഞു. എടുത്തില്ലാന്നോ? സാധാരണ ആരാണെങ്കിലും ഫോട്ടോസ് എടുക്കൂല, ബർത്ത്ഡേക്ക് വിഷ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോസൊക്കെ എടുക്കണമല്ലേ എന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ എടുത്തില്ല, പെട്ടെന്ന് തിരിച്ചു പോരുന്നതുകൊണ്ട് അധിക സമയം നിൽക്കാനും പോയില്ല, കേക്ക് കട്ട് ചെയ്ത ഉടനെ ഞാൻ പോന്നു എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മീനാക്ഷിക്ക് ശ്രീദേവിക്ക് മനസ്സിലായി, പറയുന്നതൊക്കെ കള്ളത്തരമാണ്, എന്തോ വേറൊരു സത്യാവസ്ഥ ഇതിന്റെ പിന്നിൽ മറിഞ്ഞിരിക്കുന്നുണ്ടെന്ന്. സാരമില്ല, അധികം നാളെ ഇങ്ങനെ ഇവൾക്ക് കള്ളത്തരം പറഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റില്ല, എന്താന്ന് കണ്ടുപിടിക്കണം എന്ന് തന്നെ അവർ തീരുമാനിക്കുകയാണ്. ഇതേ സമയത്ത് ഉദയഭാനു ശ്രീകല അടുത്തേക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ശ്രീകലെ മിക്കവാറും ഇന്ന് ദേവുമ്പോൾ നമുക്ക് പണം തരുമായിരിക്കും എന്ന് പറഞ്ഞു. പണമോ? അതേനെ 10 ലക്ഷം രൂപ ബാലം കൊണ്ടുവന്ന് ദേവുമ്പോളെ കൊടുക്കും, ദേവുമ്പോൾ നമുക്ക് ആ പണം തരുമെന്ന് പറഞ്ഞു. എന്റെ മനുഷ്യ, അവള് തന്നില്ലെങ്കിലോ പിന്നെ തരാതിരിക്കുവോ? അവൾക്ക് തരാതെന്നിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ 10 ലക്ഷം രൂപയും കൈ പിടിച്ചോണ്ട് അവൾ ഇരിക്കത്തൊന്നുമില്ല. കുറച്ച് കേട്ട് നമുക്കൊന്ന് വിളിച്ചു ചോദിച്ചു നോക്കാം അവളോട്, പണം കിട്ടിയോ എങ്ങനെയാ എന്താന്നൊക്കെ. അല്ല അപ്പൊ അവൾ എവിടുന്ന് എന്താന്നൊക്കെ ചോദിക്കില്ലേ, അതിനൊക്കെ എന്തേലും മാർഗം കണ്ടെത്താന്നേ. കള്ളത്തരം പറയാനാണോ ശ്രീകല നമുക്ക് ബുദ്ധിമുട്ട് എന്നൊക്കെ പറയാണ്. ഇതേ സമയത്ത് ബാലൻ എന്ത് ചെയ്തു, പണമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ദേവിമോള് വാങ്ങിച്ചില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ദേവിക്കായിട്ട് ആ 10 ലക്ഷം രൂപ വെച്ച് കുറച്ച് സ്വർണം വാങ്ങുവാണ്, വളയും മാലയൊക്കെ വാങ്ങുവാണ്. ഉദയഭാനു സാറിനെ താൻ വെറുതെ സംശയിച്ചു. ഇഷ്ടം പോലെ പൈസയുള്ള മനുഷ്യനായിരുന്നു, സംശയിക്കേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്തയായിരുന്നു ബാലന്റെ മനസ്സിൽ. ഒന്നും വേണ്ടിയിരുന്നില്ല, ഇനി ദേവിമോൾക്ക് ഈ സ്വർണം കൊണ്ടേ കൊടുക്കാം. അങ്ങനെയെങ്കിലും, കാരണം ഉദയഭാനു സാറിന് ഇന്ന് പൈസ തിരിച്ചു വാങ്ങാൻ പോകുന്നില്ല, തനിക്ക് ഈ പൈസയുടെ ആവശ്യമില്ലല്ലോ, അർഹതയില്ലാത്ത കൈ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ കവറൊക്കെ ആയിട്ട് ഉദയഭാനു നേരെ വീട്ടിലേക്ക് വന്നു. പിന്നീട് നേരെ ദേവിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ദേവിയുടെ അടുത്ത് എന്നിട്ട് കവർ കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ മോളെ, ഇത് പിടിക്കാൻ പറഞ്ഞു. ഇതെന്താ പാലിച്ചത്? മോളെ തുറന്നു നോക്കാൻ പറഞ്ഞു. ദേവി തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ കുറെ സ്വർണം. ഇതെന്താ പാലിച്ച, ഇത്രയും സ്വർണ്ണമാണോന്ന് ചോദിച്ചു. പിന്നല്ലാതെ, ഇത് ആർക്കാ? അനുസരിക്കും വാങ്ങിയത് വല്ലതാണോ, അവളുടെ കല്യാണം വല്ലതും ആണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇനിയിപ്പം ബാലൻ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടോന്ന് അറിയില്ലല്ലോ. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ഇത് അനുസരിക്കുള്ളതല്ല, മോൾക്കുള്ളതെന്ന് പറഞ്ഞു. എനിക്കോ? ശ്രീദേവി കണ്ണുമായി മിഴിഞ്ഞു നിൽക്കുകയാണ്. അതെ, ഇത് ദേവിമോൾക്കുള്ളതെന്ന് പറഞ്ഞു. അല്ല ബാലച്ച, എനിക്ക് എന്തിനാ ഇത്ര സ്വർണം? അതിന് എനിക്ക് സ്വർണത്തിന്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എന്താ ബാലച്ചന് ഇത് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഇതിന് കുറെ പൈസയായി കാണുമല്ലോ. അതെ, ഇത് ദേവിമോൾക്കുള്ള. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവിമോളുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം ഞാൻ വാങ്ങിയായിരുന്നു. പക്ഷേങ്കിൽ പണം തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലേ ദേവിമോളുടെ അച്ഛനത് വാങ്ങില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതാ നല്ലൊരു കാര്യം എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാനിത് ദേവിമോൾക്ക് തന്നേന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ഞെട്ടലോടുകൂടി ശ്രീദേവി ബാലനെ നോക്കുക. ദേവിക്ക് കാര്യം എന്താണെന്ന് വെച്ചാൽ മനസ്സിലായില്ല. തൻ്റെ അച്ഛൻ പണം കൊടുക്കാനോ? അതെങ്ങനെ സംഭവിച്ചു? ഇനി ബാലച്ചന് വല്ലതും സംഭവിച്ചാണോ? ഇനിയിപ്പം ബാലച്ചന് വേറെ ആരെങ്കിലും കൊടുത്തിട്ട് ഇനി അച്ഛൻ കൊടുത്താന്ന് തോന്നിയതാണോ? ഇതിൻ്റെ അകത്ത് എന്തോ ഒരു ഊടായ്പുണ്ടെന്ന് മനസ്സിലായി. ദേവിയുടെ അന്താളിപ്പെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു, എന്താ മോളെ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ദേവി പറഞ്ഞു, അല്ല ബാലച്ച, ഇത് മോളുടെ കയ്യിൽ തന്നെ വെച്ചാൽ മതി, മോളാ ഇത് സൂക്ഷിക്കേണ്ട ആള് എന്നൊക്കെ പറഞ്ഞ് ബാലൻ പുറത്തേക്ക് ഇറങ്ങി പോയപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്നറിയില്ല. അത് ആ സ്വർണ്ണവും കൈ പിടിച്ച് ദേവി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.